1950 ഡിസംബർ 12 ബാംഗ്ലൂരിലാണ് രജനീകാന്ത് ശിവാജി റാവു ഗേക്വാഡ് എന്ന പേരിൽ ജനിച്ചത്. ഒരു എളിയ മറാഠി കുടുംബത്തിലെ 4 മക്കളിൽ ഇളയവനായിരുന്നു അദ്ദേഹം. അച്ഛൻ പോലീസ് കോൺസ്റ്റബിളായി ജോലി ചെയ്തിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അമ്മയെ നഷ്ടമായി. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശിവാജി വ്യത്യസ്തനും ഊർജ്ജസ്വലതയും നാടകീയതയും കണ്ണുകളിൽ ഒരു തീപ്പൊരിയും നിറഞ്ഞവനായിരുന്നു. ബാംഗ്ലൂരിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം രാമകൃഷ്ണ മഠത്തിൽ ധാരാളം സമയം ചെലവഴിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യമായി ആത്മീയതയും നാടകവും പരിചയപ്പെട്ടത്. സന്യാസിമാർ അദ്ദേഹത്തിൽ സവിശേഷമായ എന്തോ ഒന്ന് കണ്ടു. പ്രകടനത്തോടുള്ള അഭിനിവേശവും സ്വയം പ്രകടിപ്പിക്കാനുള്ള ആഴമായ ആഗ്രഹവും. കുടുംബത്തെ പോറ്റാൻ ചെറുപ്പക്കാരനായ ശിവാജി ഒരു ആശാരിയായും കൂലിക്കാരനായും ഒടുവിൽ ബാംഗ്ലൂർ ട്രാൻസ്പോർട്ട് സർവീസിൽ ബസ് കണ്ടക്ടറായും ജോലി ചെയ്തു. എന്നാൽ അവിടെയും അദ്ദേഹം വേറിട്ടു നിന്നു. ടിക്കറ്റ് പഞ്ച് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിഷ് രീതി, ധീരമായ ശബ്ദം, ഊഷ്മളമായ പുഞ്ചിരി, യാത്രക്കാർ അദ്ദേഹത്തെ സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ കരിസ്മാറ്റിക് അവഗണിക്കാൻ കഴിയുന്നതല്ല. 1973 സുഹൃത്തുക്കളുടെ പ്രോത്സാഹനത്താൽ അഭിനയം പഠിക്കാൻ അദ്ദേഹം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അവിടെ വെച്ച് അദ്ദേഹം ഇതിഹാസ കഥാപാത്രമായ കെ ബാലചന്ദ്രനെ കണ്ടുമുട്ടി. 1975 പുറത്തിറങ്ങിയ അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിൽ രജനീകാന്ത് എന്ന പേര് നൽകിയതും ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതും അദ്ദേഹമാണ്. ആദ്യം അദ്ദേഹം വില്ലനായി അഭിനയിച്ചു. ധീരനും തീവ്രനും മറക്കാനാവാത്തവനും. അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ വിരാമങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഐക്കണിക് സിഗരറ്റ് മറിഞ്ഞു വീഴലുകൾ അവ ആരാധകരുടെ പ്രിയങ്കരങ്ങളായി. എന്നാൽ രജനീകാന്ത് അഭിനയിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം സ്ക്രീനിനെ നിയന്ത്രിക്കുകയും ചെയ്തു. താമസിയാതെ വില്ലനിൽ നിന്ന് പ്രതിനായകനായും ഒടുവിൽ ജനങ്ങളുടെ നായകനായും അദ്ദേഹം മാറി. ബില്ലയിൽ നിന്ന് ഭാഷയിലേക്കും പടയപ്പയിൽ നിന്ന് ശിവാജിയിലേക്കും കപാലയിൽ നിന്ന് ജയിലറിലേക്കും അദ്ദേഹത്തിൻ്റെ യാത്ര ഇതിഹാസത്തിൻ്റെ ഇനമായി മാറി. അദ്ദേഹം വെറുമൊരു നടനായിരുന്നില്ല. അദ്ദേഹം പ്രതീക്ഷയുടെയും കഠിനാധ്വാനത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമായി മാറി. തറ വൃത്തിയാക്കുന്നതിൽ നിന്ന് വെള്ളിത്തിര അടക്കി വാഴുന്നതുവരെ, പ്ലാറ്റ്ഫോമുകളിൽ ഉറങ്ങുന്നത് മുതൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ വേദിയിൽ നിൽക്കുന്നതുവരെ രജനീകാന്തിൻ്റെ കഥ സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല.